ഹരേ ഗുരുവായൂരപ്പ ശരണം. എല്ലാവർക്കും പാർത്ഥസാരഥീയത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഒരു മനോഹരമായ കഥ കേട്ടാലോ? എന്താണ് സത്സംഗം? ഒരിക്കൽ നാരദമുനി ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിനെ കണ്ട്, പ്രഭോ, സത്സംഗം കൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് ചോദിക്കേണ്ടായി. അപ്പോൾ ഭഗവാൻ നാരദമുനിയോട് പറഞ്ഞു, ബദിരാശ്രമത്തിലുള്ളൊരു അത്തിമരത്തിലൊരു പുഴു ഇരിപ്പുണ്ട്. അതിനോട് ചോദിച്ചാൽ എന്താണ് ഈ സത്സംഗം എന്നതിനെക്കുറിച്ച് പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. അങ്ങനെ നാരദമുനി യാത്രയായി. ഭഗവാൻ പറഞ്ഞ പോലെ ബദിരാശ്രമത്തിലുള്ളൊരു അത്തിമരം കണ്ടു. അതിൽ ഒരു പുഴുവിനെ അദ്ദേഹം കണ്ടുപിടിച്ചു. എന്നിട്ട് ഈ പുഴുവിൻ്റെ അടുത്തേക്കായി തൻ്റെ ആ ചുണ്ട് ചേർത്ത് വെച്ചുകൊണ്ട് ചോദിച്ചു നാരദമുനി, ഈ സത്സംഗം കൊണ്ടുള്ള പ്രയോജനം എന്താണ് എന്ന്. പുഴു ഒന്നും തന്നെ പറഞ്ഞില്ല. പക്ഷേ അതൊന്ന് വിറച്ചു. എന്നിട്ട് താഴെ വീണ ഉടൻ തന്നെ മരണമടഞ്ഞു. പാവം നാരദമുനി വേഗം ചെന്നു ഭഗവാന്റെ അരികിലേക്ക്. വൈകുണ്ഠത്തിൽ ചെന്ന് അദ്ദേഹം ഈ വിവരം പറഞ്ഞു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അങ്ങ് ഒരു കാര്യം ചെയ്യൂ, അയോധ്യയിലേക്ക് ചെല്ലൂ. അവിടെ വൈശ്വാനരൻ എന്നൊരു ബ്രാഹ്മണൻ്റെ പശു പ്രസവിക്കാറായി നിൽപ്പുണ്ട്. അത് പ്രസവിക്കുമ്പോൾ ആ കുട്ടിയോട് ചോദിക്കൂ, ആ പശുക്കുട്ടിയോട് ചോദിക്കൂ, എന്താണ് ഈ സത്സംഗം എന്ന്. അങ്ങനെ നാരദമുനി വീണ്ടും പോയി. ഒത്തിരി വൈശ്വാനരന്മാർ ഉള്ളതിൽ നിന്ന് പ്രസവിക്കാറായൊരു പശു ഉള്ള വൈശ്വാനരനെ കണ്ടുപിടിച്ചു നാരദമുനി. ഒരു കൊല്ലം എടുത്തു എന്ന് മാത്രം കണ്ടുപിടിക്കുവാൻ. അങ്ങനെ ഈ പശു പ്രസവിച്ചു. നാരദമുനി ആ പശുവിൻ്റെ ഉടമസ്ഥൻ്റെ അനുവാദത്തോടുകൂടി പശുക്കുട്ടിയുടെ ചെവിയിൽ തൻ്റെ ചുണ്ട് ചേർത്ത് വെച്ച് ചോദിച്ചു, ഈ സത്സംഗം കൊണ്ടുള്ള പ്രയോജനം എന്താണ് എന്ന്. ആ ഒരു നിമിഷം പശുക്കുട്ടി തൻ്റെ കണ്ണൊന്നുരുട്ടി മുകളിലേക്ക് നോക്കി, ഒന്ന് വിറച്ചു. ഉടൻ തന്നെ മരണപ്പെട്ടു. എന്താണ് ഈ കാണിച്ചത് എന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നുവെങ്കിലും ബ്രാഹ്മണൻ ഭവ്യതയോടുകൂടി നാരദമുനിയെ യാത്രയാക്കി. ഇനി കൂടുതൽ നേരം നിന്നാൽ താൻ വല്ലതും പറഞ്ഞു പോകും. ഇനി നാരദമുനി എങ്ങാനും തന്നെ ശപിച്ചാലോ? അങ്ങനെ ആ സമയത്ത് നാരദമുനിയും ആലോചിച്ചു, ഇവിടെ നിന്നും എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്ന്. പുഴുവിന് ഉടമസ്ഥന്മാരില്ല. എന്നാൽ ഈ പശുവിൻ്റെ കാര്യം അങ്ങനെയാണോ? അങ്ങനെ നാരദമുനി അവിടെ നിന്നും രക്ഷപ്പെട്ട് വൈകുണ്ഠത്തിലെത്തി. എന്നിട്ട് നാരദമുനി ഭഗവാന്റെ മുന്നിൽ എത്തിയപ്പോൾ ഒന്ന് വിചാരിച്ചു മനസ്സിൽ, ഭഗവാനെ, അങ്ങ് എന്താണോ എന്നെ കൊലയ്ക്ക് കൊടുക്കുവാനാണോ ഭാവം? വായിൽ വന്നുവെങ്കിലും നാരദമുനി അതൊന്നും പറഞ്ഞില്ല കേട്ടോ. പകരം ഇപ്രകാരം പറഞ്ഞു നാരദമുനി, പ്രഭോ, അതും മരിച്ചു. ഭഗവാൻ ഒന്ന് പുഞ്ചിരിച്ചു. വിഷമിക്കേണ്ട നാരദരെ, അങ്ങ് കാശി രാജ്യത്തിലേക്ക് പോവുക. അവിടെ രാജ്ഞി പൂർണ്ണ ഗർഭിണിയാണ്. അവർ പ്രസവിക്കുന്ന ശിശുവിനോട് ചോദിച്ചു നോക്കൂ, അങ്ങേക്ക് ഉത്തരം നിശ്ചയമായും കിട്ടും. നാരദമുനി ഒന്ന് പേടിച്ചു. വേണ്ട വേണ്ട ഭഗവാനെ, എനിക്ക് അറിയേണ്ട. സത്സംഗം കൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് എനിക്കറിയേണ്ട. ഇനി ഞാൻ ചോദിക്കില്ലേ അങ്ങയോട്. എന്നെ ആ കാശി രാജാവിനെ കൊണ്ട് കൊല്ലിക്കുവാനാണോ ഇപ്രകാരം പറയുന്നത്? അദ്ദേഹത്തിന് മക്കളുണ്ടാകാതിരുന്നുണ്ടാവുന്ന കുട്ടിയാണത്. പക്ഷെ ഭഗവാൻ പറഞ്ഞു, പേടിക്കണ്ട നാരദരെ, ചെല്ലൂ, ഞാനല്ലേ പറയുന്നത്, അങ്ങ് ചെല്ലൂ. കാശി രാജ്യത്താണെങ്കിൽ നാരദമുനി പോകുമ്പോൾ ഒരു ഉത്സവ പ്രതീതിയാണ്. രാജ്ഞി തൻ്റെ തിരുവയറൊഴിയുവാൻ പോകുന്നു. നാരദമുനി എത്തിയപ്പോൾ അതീവ സന്തോഷത്തോടുകൂടി രാജാവ് എതിരേറ്റിരുത്തി. അജിരേണ രാജ്ഞി പ്രസവിച്ചു. അതും ഒരാൺകുഞ്ഞ്. ആശീർവദിക്കുവാൻ വേണ്ടി കുഞ്ഞിനെ നാരദമുനിയുടെ കയ്യിൽ കൊണ്ടു കൊടുത്തു രാജാവും രാജ്ഞിയും. നാരദമുനി ഒന്ന് വല്ലാണ്ടായി. അദ്ദേഹം ചുറ്റും ഒന്ന് നോക്കി. ചോദിക്കാമോ കുഞ്ഞിനോട്? പേടിയോടുകൂടി നാരദമുനി എന്തും വരട്ടെ എന്ന് വിചാരിച്ച് ആ കുഞ്ഞിനെ മാറോട് ചേർത്ത് ആ കുഞ്ഞു ചെവിയിൽ തൻ്റെ ചുണ്ട് വെച്ച് ചോദിച്ചു, സത്സംഗം കൊണ്ടുള്ള പ്രയോജനം എന്താണ് കുമാരാ എന്ന്. ഒരു നിമിഷം ഇത് പറഞ്ഞു കഴിഞ്ഞതും നാരദമുനിയുടെ ഹൃദയമിടിപ്പ് ഒരു നിമിഷം നിന്നു എന്ന് തന്നെ പറയാം. അദ്ദേഹം തൻ്റെ കണ്ണുകൾ അടച്ചു. എന്നിട്ട് പതിയെ കണ്ണുകൾ തുറന്നു നാരദമുനി. ഭാഗ്യം, കുഞ്ഞിനൊന്നും സംഭവിച്ചിട്ടില്ല. കുഞ്ഞു മരിച്ചിട്ടില്ല. മാത്രമല്ല, കുഞ്ഞതാ പ്രസവിച്ചു കഴിഞ്ഞതല്ലേ ഉള്ളൂ, എഴുന്നേറ്റിരിക്കുന്നു. എന്നിട്ട് ഈ കുഞ്ഞ് നാരദമുനിയെ വിളിക്കുന്നു തപോനിധേ എന്ന്.
എന്നിട്ട് ആ കുഞ്ഞ് പറയുകയാണ് നാരദമുനിയോട്, ഞാൻ കഴിഞ്ഞതിൻ്റെ മുൻപിലത്തെ ജന്മത്തിൽ ഒരു പുഴുവായിരുന്നു. ബദരീനാഥിലെ അത്തിമരത്തിൽ അങ്ങയോടുള്ള സംഘം കൊണ്ട് അടുത്ത ജന്മത്തിൽ പശുവായും അതിൻ്റെ അടുത്ത ജന്മത്തിൽ ഇതാ മനുഷ്യനായും അതും രാജകുമാരനായി ജനിച്ചിരിക്കുന്നു. അങ്ങയുടെ അടുപ്പം സൽസംഘം കൊണ്ട് എനിക്ക് മൂന്നാമത്തെ ജന്മം മനുഷ്യജന്മമായി മാറിയിരിക്കുന്നു. വളരെ വളരെ സന്തോഷം. ഇത്രയും പറഞ്ഞ് ഈ കുഞ്ഞ് തിരികെ പ്രസവിച്ച ഉടനെയുള്ള കുഞ്ഞിലേക്ക് പോയി വീണ്ടും കിടന്ന് കരയുവാൻ തുടങ്ങി. ഈ കുഞ്ഞ്, സമയം പാഴാക്കുന്നവൻ ജീവിതം തന്നെ പാഴാക്കുന്നു അല്ലേ? നല്ലവരുമായുള്ള സമ്പർക്കമാണ് സൽസംഗം. സൽസംഗത്തിൻ്റെ വിലയറിയണമെങ്കിൽ നിങ്ങൾ ക്രമേണ മഹത്തരങ്ങളായ കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരായി മാറുന്നു. നല്ല ആളുകളുടെ ഉള്ളിൽ ഉറവ പൊട്ടുന്ന കുളിർമയുള്ള ചിന്തകളിലേക്ക് ക്രമേണ നിങ്ങൾ തീർച്ചയായും ആകർഷിക്കപ്പെടും. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ ശരണം.